അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വധഭീഷണിയാണ്. തീവ്രവാദി സംഘടനയായ അൽ ഖ്വയ്ദയുടെ നേതാവാണ് വധിക്കുമെന്നുള്ള ഭീഷണി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നടത്തിയ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എന്ന് അമേരിക്ക ഒരിക്കലും പറയാൻ പറ്റില്ല. ട്രംപ് ഒരു എന്താ പറയുക, ഇരു രാജ്യങ്ങളിലും ഉള്ള ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലാണ് ട്രംപ് നിന്നിരുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്തുണച്ചുകൊണ്ടാണ് ട്രംപ് എപ്പോഴും നിന്നിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് IMF പോലെയുള്ള ഫണ്ട് പാകിസ്ഥാന് നൽകിയത്. ട്രംപ് ഇതിനിടയ്ക്ക് മീഡിയേഷന് വന്നു, ഞങ്ങൾ സമാധാനപരമായിട്ട് ചർച്ച ചെയ്തു, ഈ ഒരു സംഘർഷം അവസാനിപ്പിച്ചു എന്ന് ട്രംപ് ഘോരമായിട്ട് തുടരെ സോഷ്യൽ മീഡിയ ട്വിറ്ററിൽ കൂടിയൊക്കെ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നെങ്കിലും അതൊക്കെ ഇന്ത്യ നിഷേധിക്കുകയാണ് ചെയ്തത്. ട്രംപ് ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാട് തന്നെയാണ് എടുത്തിരുന്നത്. നമുക്കറിയാം, ആ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിച്ചിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന്. അല്ല, ഒരു കച്ചവടക്കാരൻ്റെ തന്ത്രം തന്നെ പ്രയോഗിച്ചു. പക്ഷേ ഇതിപ്പോൾ അതേ തന്ത്രം, അതേ തീവ്രവാദികൾ ട്രംപിൻ്റെ തലയ്ക്ക് വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ചില നിലപാടുകളിൽ ഒരു പക്ഷേ പുറമേ അദ്ദേഹം അനുകൂലിക്കുന്നില്ല എന്ന ഭാവത്തിൽ എന്നാൽ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ അനുകൂല നിലപാടിൽ ട്രംപിനിപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം തന്നെ ട്രംപ് തന്നെ അവിടെ ഹമാസ് ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലിന് പലവിധ സൗകര്യങ്ങളിലും സപ്പോർട്ടുമായിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു അനുകൂല സാഹചര്യം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിലും ഇന്ത്യ എടുത്ത നിലപാടിലോ ട്രംപ് നിന്നിട്ടില്ല. എന്തായാലും അതേ ട്രംപിന് ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ നേതാവ് ഇപ്പോൾ വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. അൽ ഖ്വയ്ദയുടെ അറേബ്യൻ ഉപദ്വീപ് വിഭാഗത്തിൻ്റെ തലവനായ സാദ് ബിൻ അത്തേഫ് അൽ അവ്ലാക്കിയാണ് 34 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഭീഷണി വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ശതകോടീശ്വരനും ട്രംപിൻ്റെ മുൻ ഉപദേഷ്ടാവുമായിരുന്ന ഇലോൺ മസ്കിന് വരെയുണ്ട് തുടങ്ങിയവരെയും വൈറ്റ് ഹൗസുമായി ബന്ധമുള്ള മറ്റുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെ വധിക്കണമെന്ന് അവ്ലാക്കി പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിവിലിയൻസിന് നേരെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. നമ്മളിതിപ്പോൾ അവിടെ ചെന്ന് ഈവൻ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഫലിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കുകയാണ്. എന്നാൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്ത് അവരുടെ സിവിലിയൻസ് നേരെയല്ല, ഓരോ ഭീകരവാദികളുടെയും താവളത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന അത് നടപ്പിലാക്കിയത്. പക്ഷേ എന്നിട്ടും നമ്മൾ ഇത് മറ്റുള്ള ലോകരാജ്യങ്ങളിൽ ചെന്ന് പറയേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. ഇതിപ്പോൾ നോക്കൂ, വൈറ്റ് ഹൗസിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും അതേപോലെ തന്നെ ഉപദേഷ്ടാവായിരുന്ന ഇലോൺ മസ്കിനെ വരെയാണ് നോട്ടൗട്ട് വെച്ചിരിക്കുന്നത്. ഇവരെ മാത്രമല്ല, ഇവരുടെ കുടുംബാംഗങ്ങളെയും തകർക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭീകരവാദി തീവ്രവാദ സംഘടന പറയുന്നത്. എന്ത് തന്നെയായാലും നമുക്കറിയാം, വൈറ്റ് ഹൗസ് ഒരിക്കൽ തവിട് പൊടി ആയതാണ്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും വൈറ്റ് ഹൗസിന് നേരെ വല്ലാത്തൊരു വധഭീഷണിയാണ്. അവർ ഒരു പക്ഷേ ഇത് വെറുതെ ഇവരൊരു വീഡിയോ ഇത് വിടാൻ സാധ്യതയില്ല. കാരണം എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇവർ ഇത്തരത്തിലുള്ളൊരു കാര്യം പറയാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. ഇസ്രായേൽ അനുകൂലികളാണ് അമേരിക്കയെന്നും ഗാസ യുദ്ധത്തിന് പകരമായി അമേരിക്കയോട് പ്രതികാരം ചെയ്യണമെന്നുമാണ് ഈ അൽ ഖ്വയ്ദ തീവ്രവാദ ഈ ഒരു സംഘടന പറയുന്നത്. US മുസ്ലിം സമൂഹത്തോടുള്ള ആഹ്വാനമെന്ന നിലയിൽ അവ്ലാക്കി പറഞ്ഞത്. അതായത് ഈ ഒരു US മുസ്ലിം സമൂഹത്തോടാണ് ഒരു ആഹ്വാനം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ജൂതന്മാരെ ആക്രമിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. US തലയ്ക്ക് $60 ലക്ഷം വിലയിട്ട ഭീകരനാണ് അവ്ലാക്കി. ഒരിക്കൽ അറിയാലോ, ഇയാൾ നിലവിൽ യമനിൽ ഉണ്ടെന്നും ഇപ്പോൾ കരുതുന്നുണ്ട്. എന്തായാലും ട്രംപിൻ്റെ തലയ്ക്കും ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഇലോൺ മസ്കിൻ്റെ തലയ്ക്ക് വരെ ഇപ്പോൾ വിലയിട്ട്, അല്ലെങ്കിൽ തലയ്ക്ക് ഏത് നിമിഷവും തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ തല വെട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഒരു വധഭീഷണിയാണ്. നമുക്ക് ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള വീഡിയോ അൽ ഖ്വയ്ദ
എന്ന് പറയുന്നത് ഒരു വലിയൊരു തീവ്രവാദ സംഘടന തന്നെയാണ്. അവർക്ക് അത്രത്തോളം ഫണ്ടുണ്ട്. അവരുടെ ഈ ലോകത്തിന് മുഴുവനും അവരുടെ പല 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 ചാരന്മാരും ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനയിൽപ്പെട്ടവരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ ഇവരത് അത്രയും വൈറ്റ് ഹൗസിനൊക്കെ നേരെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കൃത്യതയോടെ, നമുക്കറിയാം ഒരു കാലത്ത് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യതയോടെ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു ഒരു സംഘർഷം ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇതിനിടയിൽ ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തുമെന്ന സൂചനയ്ക്കിടെയാണ് ഈ ഒരു ട്രംപിന് ഇത്തരത്തിലുള്ള വധഭീഷണി ചെന്നെത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്നുള്ളൊരു സൂചനയുണ്ട്. അത് വല്ലാത്തൊരു ജാഗ്രതയിലാണ് അമേരിക്ക. അതിനും കാരണങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടുത്തെ ചില ജീവനക്കാരെയൊക്കെ ഒഴിപ്പിക്കാനും ഇപ്പോൾ പെൻറ്റഗൺ അനുമതി നൽകി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതി ഇപ്പോൾ പെൻറ്റഗൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു സംഘർഷ സാധ്യതയാണ്, ഒരു സംഘർഷഭരിതമായിട്ടുള്ള കാര്യം. ഏത് നിമിഷവും ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനും ഭീകരമായ സൈനിക ഇടപെടൽ ഒഴിവാക്കാനുമായുള്ള കരാർ നേടാനുള്ള സാധ്യതകൾ മങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇറാനുമായിട്ട് നേരത്തെ ഒരു ആണവ കരാറൊക്കെ ഇങ്ങനെ ഒരു തരത്തിലൊക്കെ ട്രംപ് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതാണിപ്പോൾ ഇല്ലാണ്ടാവുന്നത്. കാരണം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ ഒരിക്കലും ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ അങ്ങനെയാണെങ്കിൽ, ഇറാനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ പോരാട്ടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ വല്ലാണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാറ് നിലവിൽ വരുത്തണം എന്നുള്ളൊരു രീതിയിൽ വന്നത്. പക്ഷേ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തീരെ ട്രംപിന് ഇല്ല എന്ന് തന്നെ ട്രംപ് ഇപ്പോൾ ഒരു മാധ്യമത്തിന് പറഞ്ഞതായിട്ടും അറിവുണ്ട്. കാരണം അനുമതിയില്ലാതെ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ആശങ്കയാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങളൊക്കെ ഇപ്പം നൽകുന്നത്. ആണവായുധ കേന്ദ്രങ്ങളെയാണ് ഇറാനിൽ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കടക്കും. അങ്ങനെയാണ് ഇസ്രായേലിന് ഇപ്പോൾ ഹമാസിനെ മാത്രമല്ല ഇറാനെയും ഇത്തരത്തിൽ ആക്രമിക്കുന്ന തരത്തിലോട്ടാണ് പോക്ക്. അതിന് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അമേരിക്കയുണ്ട്. പക്ഷേ അമേരിക്ക ഇപ്പോൾ വെട്ടിലായിരിക്കണം. അങ്ങനെ ഇസ്രായേൽ അങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഇറാനുമായിട്ടുള്ള ഒരു കരാറ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ത് തന്നെയാലും ഇറാഖിലുള്ള ആവശ്യമായിട്ടുള്ള ജീവനക്കാരെയൊക്കെ മടക്കി അയക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളായ ഇറാഖ്, ഖത്തർ, ബഹ്റിൻ, UAE എന്നിവിടങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇപ്പോൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയാലും ഇപ്പോൾ നമുക്കറിയാം, മൊത്തത്തിൽ ഒരു രാജ്യത്തിൽ ഈ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം, മൊത്തത്തിൽ ലോക രാജ്യങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ അറിയാം, ഇസ്രായേൽ, ഗാസ, പലസ്തീൻ ഒരു ആക്രമണം, ഇന്ത്യ, പാക്, അതേപോലെ തന്നെ റഷ്യ, ഉക്രൈൻ, ഇങ്ങനെയുള്ള തുടങ്ങിയ അവിടങ്ങളിലായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഇത് കൂടിച്ചേരൽ ഇറാനോടൊപ്പം നിന്നുകൊണ്ട് മിക്കവാറും അത് വലിയൊരു ഗൾഫ് രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു കൂടിച്ചേരൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയായാലും അമേരിക്ക ഇതിൽ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒന്നാമത് ട്രംപിൻ്റെ ചില ഒരു നിലപാടില്ലാത്ത ചില പ്രസ്താവനകളും നിലപാടില്ലാത്ത കാര്യങ്ങളും അമേരിക്ക വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ട്രംപിനും വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള ഈ വധഭീഷണി എല്ലാം കൂടെ വായിക്കുമ്പോൾ എന്താണ് ലോകത്തിലേക്ക് പോകുന്നത്? ഒരുപക്ഷെ അമേരിക്ക എന്നുള്ളൊരു വൻ ശക്തി വളരെ ഊർജ്ജമായിട്ട് ഭരിച്ചിരുന്ന ആൾക്കാരുണ്ട്, പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ അത് സമാധാനമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ലോകരാജ്യങ്ങൾ. പക്ഷേ ഇതിപ്പോൾ പരസ്പര യുദ്ധങ്ങളിലേക്ക് കടക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ട്രംപിന് വധഭീഷണിയുണ്ട്. അത് വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും ഒരു ആക്രമണം തീവ്രവാദികളുടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് വൈറ്റ് ഹൗസ്. എന്തായാലും വലിയൊരു നീക്കത്തിലാണ്, വലിയൊരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഏത് സുരക്ഷാ വലയത്തിൽ മറികടക്കാൻ തീവ്രവാദികൾ അതിനുവേണ്ടി ശ്രമിക്കും. കാരണം അവർക്കറിയാം, ഒരു ചുമ്മാ ആഹ്വാനമൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ
അത് എന്തായാലും വലിയൊരു സുരക്ഷാ വലയത്തിലാണ് എന്നുള്ളതാണ് കിട്ടുന്ന അറിവുകളൊക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അറിയാം. എല്ലായിടത്തും ഉണ്ട് തീവ്രവാദികൾ. അപ്പം അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാട്, ഇസ്രായേൽ എടുക്കുന്ന നിലപാടിനോട് എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നാൽ മാത്രമേ അതിൻ്റെ അവസാന ഇതിലെത്തൂ. എന്നാലേ ലോകത്ത് സമാധാനം സന്തോഷവും വന്നെത്തുകയുള്ളൂ. ഇതിനിടയിൽ ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നതെന്നുള്ള ഒരു ഇത് അത് മറ്റൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ആണവായുധ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്.